മാഡം? എന്ത് പറ്റിയെന്നോ? എനിക്ക് ദേഷ്യം വന്നിട്ട് എന്റെ കാല് മുതൽ തല വരെ അങ്ങ് പെരുത്ത് കേറുക. പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ടില്ലേ നമ്മളിവിടെ വന്നത്? ഒന്നും അവസാനിച്ചതല്ല, ചാരും അവസാനിപ്പിച്ചതാ. മണിയറയിലേക്ക് പോവെന്നും പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിട്ടതല്ലേ? ഏയ്, അങ്ങനൊന്നും അല്ല മാഡം. മാഡത്തിന് വെറുതെ തോന്നുക. ആർക്ക്? എനിക്കോ? തോന്നലോ? അത് പോട്ടെ, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. അനിയന്റെ മുന്നിൽ അരവിന്ദൻ എന്തിനാ പേടിക്കുന്നേ? പേടിയോ? എനിക്കോ? അത് അവനെ. അതിന് വേറെ ആളെ നോക്കണം. അങ്ങനെയാണെങ്കി അവനോട് 4 ചോദ്യം ചോദിക്കായിരുന്നില്ലേ? ഒന്നും മിണ്ടാതെ അനിയനും അവന്റെ ഭാര്യയും പറയുന്നത് കേട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിൽപ്പുണ്ടായിരുന്നല്ലോ. ഞാൻ ചോദിച്ചില്ല അവരോട്. എന്ത് ചോദിച്ചെന്ന്? ചുമ്മാ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. മാഡത്തിന്റെ ദേഷ്യത്തിന്റെ കാര്യം എനിക്കറിയില്ല. ഞാൻ അവനെയും തുണിച്ചിന്റെ കാര്യം ചീത്ത പറഞ്ഞ മാഡം കേട്ടില്ലേ? കേട്ടു. അങ്ങനെയാണോ ചോദിക്കേണ്ടത്? ഫസ്റ്റ് നൈറ്റിൽ പോലും നമുക്ക് സമാധാനം തരാതെ രണ്ടും കൂടെ ചെയ്തത് കണ്ടില്ലേ? അവരെങ്ങനെയൊക്കെ തടയാൻ നോക്കിയാലും നമ്മളിപ്പോ ഇവിടെ വെച്ച് തുടങ്ങാൻ പോവല്ലേ പുതിയ ജീവിതം. അങ്ങനെയല്ലേ? എന്തൊരു നല്ല കാര്യം നടക്കുന്നതിന് മുമ്പ് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ നേരിടണം. അവരുടെ മുമ്പിൽ നമ്മൾ ജയിച്ചു കാണിക്കണം. ഓ, ഇപ്പൊ 1000 നാവാ. എന്നാലേ അവരുടെ മുമ്പിൽ നാവ് ഇറങ്ങിപ്പോയതുപോലെ എഴുതുന്നത്. നീ നിന്റെ ഭാര്യയും ചേർന്ന് ഞങ്ങളുടെ സന്തോഷങ്ങളെ നോക്കുന്നോടാന്നും ചോദിച്ച് 4 അടിയും കൊടുത്ത് ചോദിക്കണായിരുന്നു. മേഡത്തിന്റെ ദേഷ്യം എനിക്ക് ഇപ്പൊ മനസ്സിലായി. അവന് 4 എണ്ണം കൊടുക്കണമായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്തെ വേറൊരു മൂഡിലായിരുന്നു. അയ്യോ, ആ മൂഡല്ല ഉദ്ദേശിച്ചത്. അതായത് മേഡത്തിന് ടെൻഷൻ ഇല്ലാതെ എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കാം എന്നുള്ളൊരു മൂഡാ. അതുകൊണ്ടല്ലേ തല്ലുണ്ടാക്കാൻ ഞാനിങ്ങോട്ട് പോകുന്നത്. എന്റെ തെറ്റാണ്, സോറി. അവന് 2 എണ്ണം കൊടുക്കണമായിരുന്നെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. സോറി. നടന്നതൊക്കെ നമുക്ക് മറക്കാം. എന്നിട്ട് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എന്ത് നടക്കാൻ പോണെന്ന്? യു സി മേഡം, കറണ്ട് വന്നു, ചൂടൊക്കെ പോയി, നല്ല കാറ്റും ഉണ്ട്. ഫാനിന്റെ കറണ്ട് വന്നിട്ടുണ്ടാവും. പക്ഷേ എന്റെ സന്തോഷവും സമാധാനവും ഇല്ലാതായി. ശരീരത്തിന്റെ ചൂട് കുറഞ്ഞു, പക്ഷെ മനസ്സിന്റെ ചൂട് കൂടി. ഞാനിപ്പോ മൈൻഡ് ഓഫായിട്ട് നിൽക്കുക. ഇതിനപ്പുറം എനിക്കൊന്നും പറ്റില്ല. എന്നെ ശല്യപ്പെടുത്താതെ പുറത്തു പോകാൻ നോക്ക്. മേഡം, ഇപ്പൊ പറഞ്ഞത് എന്റെ കാതില് വേറെ രീതിയിലാ കേട്ടത്. പുറത്തു പോവാനെന്ന് ഒന്നുകൂടെ പറഞ്ഞേ, ഞാൻ ശ്രദ്ധിച്ചു കേട്ടോളാം. വേറെ രീതിയിലല്ല അരവിന്ദ്. ഞാൻ പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് അരവിന്ദ് കേട്ടത്. മുറിക്ക് പുറത്തുപോയി കിടക്കാനാ ഞാൻ പറഞ്ഞത്. അയ്യോ മേഡം, എന്താ ഈ പറയുന്നത്? ഞാൻ പുറത്തുപോയി കിടക്കാനോ? അതെങ്ങനെ ശരിയാവും? ഓക്കെ, ശരി. അരവിന്ദ് ഇവിടെ കിടന്നോ. ഓക്കേ, ഇപ്പൊ ശരിയായി. ഞാൻ പോയി പുറത്ത് കിടന്നോ. അയ്യോ, മേഡം പുറത്തുപോയി കിടക്കാനോ? അത് വേണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പെല്ലോയും കൊണ്ട് പുറത്തുപോയി കിടക്ക്. ഞാൻ പുറത്ത്? അതെ. അല്ല, അതെങ്ങനെ? ശരി. അതെ, അല്ല, ഞാനേ പുറത്ത് പോണോ? പോണം. ഗുഡ് നൈറ്റ്. പായ എടുത്തതാ. പോട്ടെ. ഓ, മേഡം, നമ്മള് മനുഷ്യരല്ലേ? എനിക്ക് ഈ ഡോർ അടയ്ക്കണം. ശരി.
മാഡം ഫസ്റ്റ് നൈറ്റ് മോസ്കിറ്റോ നൈറ്റ് ആക്കണോ? ഞാനും കൂടെ അകത്ത് നമുക്കൊരുമിച്ച്. മാഡം 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 അപ്പൊ മോസ്കിറ്റോ നൈറ്റ് തന്നെ. നമ്മുടെ വീതി മാഡം ഒന്നുകൂടി ആലോചിച്ചിട്ട് ഞാനോടി പ്ലീസ്. പുറത്ത് നല്ല കൊതുക. മാഡം ഗുഡ് നൈറ്റ്. ഫസ്റ്റ് നൈറ്റ് അതാങ്കുവ. ഏകാന്തതയുടെ അപാര തീരം.